നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 2 മീറ്ററോളം ഉയരം, 120 കിലോയോളം ഭാരം. ഏതാണ് ഈ ഭീമൻ ജീവി എന്നാണോ? ആളൊരു പക്ഷിയാണ്, ഒട്ടകപക്ഷി. ഒട്ടകത്തെ പോലുള്ള നീളൻ കഴുത്താണ് കക്ഷിയും ഒട്ടകവുമായുള്ള ഏക ബന്ധം. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപക്ഷി. എന്നാൽ പേരിൽ പക്ഷി ഉണ്ടെങ്കിലും മറ്റു പക്ഷികളെ പോലെ ഇവയ്ക്ക് പറക്കാൻ കഴിയില്ല. 100 കിലോയ്ക്ക് മുകളിൽ വരുന്ന ശരീരഭാരമാണ് ഇവയുടെ ഏറ്റവും വലിയ തടസ്സം. റൈറ്റൈറ്റ് വിഭാഗത്തിലാണ് ഒട്ടകപക്ഷി പെടുന്നത്. ഈ വിഭാഗത്തിലുള്ള എമു, റിയ, കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയില്ല എന്ന് കരുതി ഇവരത്ര നിസ്സാരക്കാരാണെന്ന് കരുതരുത്. സ്ത്രുതിയോ കാമലസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ പക്ഷികൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയും. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഓട്ടം. ബലമുള്ള കാലുകളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2 വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല. ഒറ്റ ചവിട്ടിന് സിംഹത്തെ വരെ കൊല്ലാൻ കെൽപ്പുണ്ട് ഇക്കൂട്ടർക്ക്. 2 മുതൽ 4 വർഷം വരെ പ്രായമാകുമ്പോഴേക്കും ഇവർ മുട്ടയിടാൻ തുടങ്ങും. 35 മുതൽ 45 വരെ ദിവസമാണ് ഈ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ചയെത്തിയ കോഴിയുടെ അത്ര വലിപ്പവും ഉണ്ടാകും. ആൺപെൺ പക്ഷികൾ ചേർന്നാണ് കുട്ടികളെ വളർത്തുന്നത്. 6 മാസം പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ പൂർണ്ണ വളർച്ചയെത്തിയിരിക്കും. എത്ര ദൂരെയുള്ള കാഴ്ചയും ശത്രുക്കളുടെ സാമീപ്യവും അതിവേഗം തിരിച്ചറിയാൻ ഒട്ടകപക്ഷിക്ക് കഴിയും. കേൾവി ശക്തിയും അപാരം തന്നെ. കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളത് ഒട്ടകപക്ഷിക്കാണ്. ഉയരമുള്ള കഴുത്ത് കൂടിയാകുമ്പോൾ കാഴ്ച കൂടുതൽ സ്പഷ്ടമാകുന്നു. ആയുസിന്റെ കാര്യത്തിലും ഇവർ മുന്നിൽ തന്നെ. ഒട്ടകപക്ഷികളുടെ ശരാശരി ആയുസ് 30 വർഷമാണ്. ഇലവർഗ്ഗങ്ങൾ, പുഴുക്കൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള മുട്ടകൾ ഇടുന്നതും ഒട്ടകപക്ഷി തന്നെ. ഒറ്റക്കോശം മാത്രമുള്ള മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ടാകും. മരുഭൂമിയിൽ താമസിക്കുന്ന ഇവ ആഫ്രിക്കയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് അറബ് രാജ്യങ്ങളിൽ ഒട്ടകപക്ഷികളെ വേട്ടയാടുമായിരുന്നു. അങ്ങനെയാണ് അവിടെ ഒട്ടകപക്ഷികൾ ഇല്ലാതായത്. ജോർദാൻ, സിറിയ, ഇറാഖ്, പാലസ്തീൻ മുതലായ പ്രദേശങ്ങളിൽ ഇവ ധാരാളമായി ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും ഇറച്ചിക്കും മുട്ടയ്ക്കുമായി ഒട്ടകപക്ഷികളെ വളർത്താറുമുണ്ട്. ഇവയുടെ തൂവലും ചർമ്മവും കൊണ്ട് അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാറുമുണ്ട്. കൊളസ്ട്രോൾ അളവ് ഏറെ കുറഞ്ഞ ഒട്ടകപക്ഷി മാംസത്തിനും ആവശ്യക്കാർ ഏറെയാണ്.